അപ്പം ഇന്നെന്താ അത് തന്നെ, എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിനിമയോ യൂട്യൂബൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് വല്ലാത്ത വിശപ്പാണ്. അപ്പം ഞാൻ ബ്രെഡ് എടുത്തുകൊണ്ട് പോകുന്നു, ഇതിന് വെച്ച് എന്തുണ്ടാക്കും. അങ്ങനെ അവസാനം തല പുകഞ്ഞ് ആലോചിച്ചിട്ട് പൈനാപ്പിൾ ജാം ഇരിപ്പുണ്ട്, അതെങ്ങാനും തേച്ചിങ്ങോട്ട് കഴിക്കാൻ അങ്ങോട്ട് വിചാരിച്ചു. ഞങ്ങളുടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പൈനാപ്പിൾ ജാമാട്ടോ. ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും എൻ്റെ ചാനൽ എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നമ്മൾ ഇതേപോലെ 3 ബോട്ടിൽസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ നെസ്കഫേയുടെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പം 3 ബോട്ടിൽ നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നു. അതിന് ശേഷം ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മൊത്തം എനിക്ക് ഒറ്റയ്ക്ക് തിന്നാനുള്ള തുള്ളലാണ് ഞാൻ ഈ കാണിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ ബ്രെഡിൻ്റെ ഈ ഒരു സംഭവമാണ് എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നത്. അതിങ്ങനെ ചുള്ളിങ്ങിയിരിക്കും. പിന്നെ മോഡേണ്ടൊക്കെ ബ്രെഡാണെങ്കിൽ ഈ ഒരു ബ്രെഡ് വെച്ച് ഞാൻ ഒരു ദിവസം അന്ന് നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കില്ലായിരുന്നു, മുട്ടയും ചീസും ഒക്കെ വെച്ചിട്ട്. അത് ചെയ്ത് നോക്കി. ഫ്രൈ പാനിൽ നിന്ന് അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ, ഇതാണ്ട് കയ്യിന് പൊടിഞ്ഞും കൂടി തറ വീണു. പിന്നെ മുട്ടയും ചീസും മാത്രം എൻ്റെ കൈക്കിട്ട്. അങ്ങനെ ഞാൻ തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ചേട്ടൻ്റെ കൊടുത്തിട്ട് ഞാൻ തുറന്നു ജാം എടുത്തിട്ട് നല്ല മണ്ണാണ്. കടയിൽ നിന്ന് വാങ്ങിയത് അതേ ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം ഞങ്ങൾക്ക് പൈനാപ്പിൾ കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് വെച്ചിട്ട് ഉണ്ടാക്കിയതായിരുന്നു ഈ പൈനാപ്പിൾ ജാം. ഇതാകുമ്പോൾ ബ്രെഡ് വാങ്ങിച്ച് വെച്ചാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്രെഡും ജാമും. എന്തായാലും നല്ലൊരു ഇതാണ്, എനിക്ക് നല്ലൊരു സംഭവമാണ് ഈ ഒരു പൈനാപ്പിൾ ജാമും ബ്രെഡും. ഞാൻ ജാമൊക്കെ വാരിക്കോരി തേക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 4 ബ്രെഡായിരുന്നു എടുത്തിട്ടുള്ളത്. 2 ബ്രെഡിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് ഞാൻ മറ്റേ ബ്രെഡും കൂടി ചെയ്തിട്ട് വരട്ടെ. അങ്ങനെ 2 എണ്ണം വെച്ചിട്ട് മണക്കുന്ന മെഴുകാണ് നിങ്ങളെ കാണുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കടയിൽ നിന്ന് വാങ്ങിയത് അതേ ടേസ്റ്റായിരുന്നു ഇത് കഴിക്കാനായിട്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ എൻ്റെ ചാനൽ. എന്തായാലും ഞാൻ മണിങ്ങും നടിച്ചുകൊണ്ട് ഇന്നത്തോടത് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ.